Hi students, welcome to a new class. Today we are going to discuss about various modes of entry into the international business. അന്താരാഷ്ട്ര വ്യാപാരത്തിലേക്കുള്ള മാർഗങ്ങൾ എന്തെല്ലാമാണ്? അന്താരാഷ്ട്ര മാർക്കറ്റിലേക്ക് ഒരു ഡൊമസ്റ്റിക് ഫേമിന് പ്രവേശിക്കുന്നതിനുള്ള വ്യത്യസ്തമായ മാർഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നത്. So, today we are going to discuss various modes of entry into the international business by a domestic firm. First of all, what are the reasons for entering into the international market? ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാരണങ്ങൾ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് ഒരു ഡൊമസ്റ്റിക് ഫേം എൻ്റർ ചെയ്യുന്നത്? First of all, to yield the potential new opportunities and product life cycle of a company. ന്യൂ ഓപ്പർച്യൂണിറ്റീസ്, പുതിയ അവസരങ്ങൾ, ടെക്നോളജിക്കലായിട്ട് കോമ്പറ്റീറ്റീവായിട്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് എന്ത് ചെയ്യുന്നു കമ്പനികൾക്ക്, ഡൊമസ്റ്റിക് കമ്പനീസിന് കിട്ടുന്നു ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ. സോ അത്തരത്തിലുള്ള പുതിയ അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുന്നതിന്, എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ കമ്പനിയുടെ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുന്നത് ആര്? ഈ പറയുന്ന കമ്പനീസ്, ഡൊമസ്റ്റിക് കമ്പനീസ്. ഓക്കെ. ദെൻ സെക്കൻഡ് വൺ ഇസ് ടു സെക്യൂർ ദ നീഡഡ് റിസോഴ്സസ് ഫ്രം ദി ഫോറിൻ കൺട്രി. If the resources required for producing a product not in the home country, it is located in the foreign country. അതായത് ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സ്പെഷ്യൽ റിസോഴ്സുകൾ ഹോം കൺട്രിയിൽ ലഭ്യമല്ല. അതുള്ളത് എവിടെയാണ്? ഫോറിൻ കൺട്രിയിലാണ് എങ്കിൽ multinational companies enter into the international business, or any company enter into the international business for the purpose of securing their resources. ആ റിസോഴ്സുകളെ സെക്യൂർ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട്, നേടിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യും, ഡൊമസ്റ്റിക് കമ്പനീസ് എന്ത് ചെയ്യും, ഇൻ്റർനാഷണൽ ബിസിനസ്സിലേക്ക് മൂവ് ചെയ്യും. അതുപോലെ തന്നെ ഓൺ ദി ബേസിസ് ഓഫ് ടെക്നോളജിയുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ദർ ഈസ് എ ലാർജ് എക്കണോമീസ് ഓഫ് സ്കെയിൽ ഉണ്ട്, ലാർജ് പ്രൊഡക്ഷൻ ഉണ്ട് അറ്റ് ചീപ്പർ കോസ്റ്റ്. സോ അത് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, എക്കണോമീസ് ഓഫ് സ്കെയിൽ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുന്നുണ്ട്. സോ വി ആർ മൂവിങ് ടു ദി മോഡ്സ് ഓഫ് എൻട്രി. വാട്ട് യു മീൻ ബൈ മോഡ്സ് ഓഫ് എൻട്രി? Modes of entry into international market are those channels which the organization employs to gain entry into an international market. ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് ഒരു ഫേമിനുള്ള എൻ്റർ ചെയ്യുന്നതിനുള്ള ചാനൽസാണ്, വഴികളാണ് എന്ത്, മോഡ്സ് ഓഫ് എൻട്രി എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അന്താരാഷ്ട്ര കമ്പോളത്തിലേക്ക് ഒരു തദ്ദേശീയമായ സ്ഥാപനത്തിന് പ്രവേശിക്കുവാൻ ആവശ്യമായിട്ടുള്ള വഴികൾ, ചാനലുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മോഡ്സ് ഓഫ് എൻട്രി എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ദ ചോയ്സ് ഓഫ് എൻട്രി മോഡ് ഫോർ എ ബിസിനസ് ഡിപ്പെൻഡ്സ് അപ്പോൺ സോ മെനി ഫാക്ടേഴ്സ്. ഇൻ്റർനാഷണൽ ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യുന്നതിനുള്ള ചാനൽ, എൻട്രി മോഡ്, ഏത് രീതിയിലൂടെയാണ്, ഏത് മാർഗത്തിലൂടെയാണ് ഇൻ്റർനാഷണൽ ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യുന്നത് എന്നുള്ളത് ചില ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. പ്രധാനമായിട്ടും ലൊക്കേഷൻ, അതുപോലെ തന്നെ ടൈമിംഗ് ഓഫ് എൻട്രി, അതുപോലെ സ്കെയിൽ ഓഫ് എൻട്രി തുടങ്ങിയവയാണവ. ഏതെല്ലാമാണ് മോഡ്സ് ഓഫ് എൻട്രി ടൈപ്പ്? ഇൻ്റർനാഷണൽ ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യുന്നതിനുള്ള മോഡ്സ് ഓഫ് എൻട്രി ടൈപ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഒന്നാമതായിട്ട് പറയുന്നത് എക്സ്പോർട്ടാണ്. രണ്ടാമതായിട്ട് ഇൻ്റർനാഷണൽ ലീസിങ്. മൂന്നാമത്തേത് ഇൻ്റർനാഷണൽ ലീസിങ്. നാലാമത്തേത് ഇൻ്റർനാഷണൽ ഫ്രാഞ്ചൈസിങ്. അഞ്ചാമത് ടേൺകീ പ്രൊജക്ട്സ്. ആറാമത്തേത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് മുതലായവയാണ്. സോ വി ആർ മൂവിങ് ടു ദി മോഡ്സ് ഓഫ് എൻട്രി ഇൻ ഡീറ്റെയിൽ. ഫസ്റ്റ് വൺ, exporting or export. The simplest form of market entry is by exporting. It is natural for most firms to get to their start international expansion through exporting. എന്താ പറയുന്നത്? It is the simplest form of modes of entry into the international business. ഇൻ്റർനാഷണൽ ബിസിനസ്സിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള
ഏറ്റവും ലളിതമായിട്ടുള്ളൊരു മാർഗ്ഗമാണ് ഏത്? എക്സ്പോർട്ടിങ് എന്ന് പറയുന്നത്. ഇതിലൂടെ എന്ത് ചെയ്യാം? ഒരു ഡൊമസ്റ്റിക് ഫേമിന് എന്ത് ചെയ്യാം? അവരുടെ ബിസിനസ്സിനെ എബ്രോഡിലേക്ക്, ഫോറിൻ കൺട്രീസിലേക്ക് എന്ത് ചെയ്യാം? എക്സ്പാൻഡ് ചെയ്യുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. പ്രൊഡക്ഷൻ ഇൻ ദി ഹോം കൺട്രി ആൻഡ് സെല്ലിംഗ് ഇൻ ദി എബ്രോഡ്. പ്രൊഡക്ഷൻ മുഴുവനായിട്ടും നടക്കുന്നത് എവിടെയാണ്? ഹോം കൺട്രിയിലാണ്. പക്ഷേ വിൽപ്പന നടക്കുന്നത് എവിടെയും കൂടിയുണ്ട്? ഈ എബ്രോഡിലും കൂടിയുണ്ട്. അതാണ് പറയുന്നത്. ദർ ആർ ടു ടൈപ്സ് ഓഫ് എക്സ്പോർട്ടിംഗ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഡയറക്റ്റ് എക്സ്പോർട്ടിംഗ്. ഡയറക്റ്റ് എക്സ്പോർട്ടിംഗ് മീൻസ് ദർ ആർ നോ ഇൻ്റർമീഡിയറീസ് ഇൻവോൾവ്ഡ്. ഡയറക്റ്റ് എക്സ്പോർട്ടിംഗ് എന്ന് പറയുന്ന ഭാഗം നേരിട്ട് കമ്പനി നേരിട്ട് എന്ത് ചെയ്യുന്നു? കയറ്റുമതി ചെയ്യുന്ന രീതിയാണ് ഇവിടെ. ഹിയർ നോ ഇൻ്റർമീഡിയറീസ് ഇൻവോൾവ്ഡ്. ഒരു ഇൻ്റർമീഡിയറീസും എന്ത് ചെയ്യുന്നില്ല? ഇവിടെ ഇടപെടുന്നില്ല. ഇടനിലക്കാരിവിടെ ഇല്ല എന്നാണ് പറയുന്നത്. കമ്പനിയുടെ തന്നെ സ്വന്തം സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്സും ഇമ്പോർട്ടിംഗ് ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്? അവിടെ ഉള്ളത്. ദെൻ വി ആർ മൂവിങ് ടു ദി ഇൻഡയറക്റ്റ് എക്സ്പോർട്ട്. ഇൻഡയറക്റ്റ് എക്സ്പോർട്ടിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് എക്സ്പോർട്ടിംഗ് ത്രൂ ഡൊമസ്റ്റിക്കലി. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് എക്സ്പോർട്ടിംഗ് ത്രൂ ഡൊമസ്റ്റിക്കലി ബേസ്ഡ് എക്സ്പോർട്ട് ഇൻ്റർമീഡിയറീസ്. വിദേശ രാജ്യങ്ങളിലുള്ള തദ്ദേശീയരായിട്ടുള്ള എക്സ്പോർട്ട് ഇൻ്റർമീഡിയറീസിൻ്റെ സഹായത്തോട് കൂടിയിട്ട് എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതാണ് ഇൻഡയറക്റ്റ് എക്സ്പോർട്ട്. ദർ ഈസ് ആൻ ഇൻ്റർമീഡിയറി ബിറ്റ്വീൻ ബയർ ആൻഡ് സെല്ലർ. ബയറുടെയും സെല്ലറുടെയും ഇടയിൽ എന്തുണ്ട്? ഒരു ഇൻ്റർമീഡിയറി ഉണ്ടാവും. ഇൻ ഇൻഡയറക്റ്റ് എക്സ്പോർട്ടിംഗ് ഹിയർ ഇറ്റ് ഹാസ് നോ കൺട്രോൾ ഓവർ ദി മാർക്കറ്റിംഗ് ഇൻ ദി ഫോറിൻ മാർക്കറ്റ്. ഫോറിൻ മാർക്കറ്റിൽ ഒരു പ്രൊഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യുന്നതിൽ എന്ത് ചെയ്യും? ഇൻഡയറക്റ്റ് എക്സ്പോർട്ടിങ്ങിൽ ആർക്ക് പങ്കില്ല? കമ്പനിക്ക്, ഒരു ഫേമിന്, ഡൊമസ്റ്റിക് ഫേമിന് എന്തില്ല? ഇതില്ല. കാരണം എന്താണ്? ഹിയർ ദ ഫോറിൻ എക്സ്പോർട്ട് ഇൻ്റർമീഡിയറി ഇൻവോൾവിങ്. ഒരു എക്സ്പോർട്ട് ഇൻ്റർമീഡിയറി ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അവരാണ് എന്ത് ചെയ്യുന്നത്? ഈ ഫോറിൻ മാർക്കറ്റിൽ ഉൽപ്പന്നത്തെ മാർക്കറ്റ് ചെയ്യുന്നതുമായ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. സോ അതിന് മുകളിൽ ആർക്ക് കൺട്രോൾ ഇല്ല? ഫേമിന് കൺട്രോൾ ഇല്ല എന്നാണ് പറയുന്നത്. വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് എക്സ്പോർട്ടിംഗ്? ഇറ്റ് അവോയ്ഡ്സ് സബ്സ്റ്റൻഷ്യൽ കോസ്റ്റ് ഓഫ് മാനുഫാക്ചറിങ് ഓപ്പറേഷൻ ഇൻ ദി ഹോസ്റ്റ് കൺട്രി. ഹോസ്റ്റ് കൺട്രിയിൽ എന്ത് ചെയ്യുന്നു? മാനുഫാക്ചറിങ് ഓപ്പറേഷന് വേണ്ടി ചിലവ് ഒഴിവാക്കുവാൻ ഇതിലൂടെ സാധിക്കുന്നു. കാരണം പ്ലാന്റ് ആൻഡ് മെഷീനറി, ബിൽഡിംഗ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള മെയിൻ കോസ്റ്റുകളൊന്നും എന്ത് ചെയ്യുന്നില്ല? വരുന്നില്ല. എക്സ്പോർട്ടിങ്ങിൽ വരുന്നില്ല എന്നാണ് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് എ ഫേം ഗെയിൻ ഇൻ്റർനാഷണൽ ട്രേഡിംഗ് എക്സ്പീരിയൻസ്. ഇൻ്റർനാഷണൽ ട്രേഡിംഗ് എക്സ്പീരിയൻസ് നേടിയെടുക്കാൻ എന്ത് ചെയ്യുന്നു? എക്സ്പോർട്ടിങ്ങിലൂടെ ഒരു ഡൊമസ്റ്റിക് കമ്പനിക്ക് സാധിക്കുന്നു. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഫേസ് ഫോർ ഇൻ്റർനാഷണൽ ബിസിനസ്. ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ ഒരു ആദ്യഘട്ടം എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പോർട്ടിങ്ങിനെ പറയുവാൻ സാധിക്കും. Then we are moving to the disadvantages of exporting. First one, high transportation cost. The transportation cost for goods and services from one country to another is very high. ഒരു രാജ്യത്തു നിന്നും മറ്റൊരു രാജ്യത്തേക്ക് ഉൽപ്പന്നങ്ങളെ കയറ്റുമതി ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂടുതലായിരിക്കും, ട്രാൻസാക്ഷൻ കോസ്റ്റ് കൂടുതലായിരിക്കും. താരിഫ് ആൻഡ് നോൺ താരിഫ് ബാരിയേഴ്സ്. ട്രേഡ് ബാരിയേഴ്സിൻ്റെ പ്രസൻസ് വളരെ പ്രധാനപ്പെട്ട ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. അതുപോലെ കോൺഫ്ലിക്റ്റ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ ഏജൻസുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. അതർ കൈൻഡ് ഓഫ് റെഗുലേഷൻ, മറ്റു രീതിയിലുള്ള റെഗുലേഷൻസും ഇതിൽ വരുന്നുണ്ട്. സോ ദീസ് ആർ ദി ഡിസഡ്വാൻറ്റേജസ് ഓഫ് എക്സ്പോർട്ടിംഗ്. നെക്സ്റ്റ് വൺ, ഇൻ്റർനാഷണൽ ലീസിംഗ്. ഇൻ്റർനാഷണൽ ലീസിംഗ് ഈസ് ദ ഹയറിംഗ് ഫോർ ദി റെൻ്റൽ ഓഫ് കോൺട്രാക്ട് എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ടു പാർട്ടീസ്. രണ്ടാളുകൾ തമ്മിലുള്ള ഒരു റെൻ്റൽ കോൺട്രാക്റ്റാണ്. ഒരു എക്യുപ്മെൻറ്റ് റെൻ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റെൻ്റൽ എഗ്രിമെൻ്റ് ആണ് രണ്ട് പാർട്ടീസ് തമ്മിലുള്ള. അതാണ് ഇൻ്റർനാഷണൽ ലീസിങ്ങിൽ വരുന്നത്. ഹിയർ എ സ്മോൾ ഫേം ഓർ ലാക്ക് ഓഫ് റിസോഴ്സ്ഡ് ഫേം എൻ്ററിങ് ഇൻ ടു an agreement for leasing an equipment for business പർപ്പസിന് വേണ്ടിയിട്ട് ഒരു എക്യുപ്മെൻറ്റ് ലീസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എഗ്രിമെൻ്റ് ആണ് ഇവിടെ ഉണ്ടാവുക. ഹിയർ ടു പാർട്ടീസ് ആർ ഇൻവോൾവ്ഡ്, ലെസ്സർ ആൻഡ് ലെസ്സി. ഇറ്റ് അറൈസസ് ലാർജ്ലി ബിക്കോസ് ഡെവലപ്പിംഗ് കൺട്രി മാനുഫാക്ചേഴ്സ് ഡു നോട്ട് ഹാവ് ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഫോർ ലാക്ക് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ടു പേ ഫോർ ദി എക്യുപ്മെൻറ്റ്.
എക്യുപ്മെൻറ്റ് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പണം ഡെവലപ്പിംഗ് കൺട്രീസിലെ മാനുഫാക്ചേഴ്സിൻ്റെ കയ്യിലില്ല എങ്കിൽ ആ സമയത്ത് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഇൻ്റർനാഷണൽ ലീസിങ് എന്ന് പറയുന്ന മാർഗം സ്വീകരിക്കുന്നത്. ദ ലെസ്സർ ഗെറ്റ് ദ റിട്ടേൺ ഇൻ ദി ഫോം ഓഫ് റെൻറ്റ്. ലെസ്സർക്ക് കിട്ടുന്നത് എന്താണ്? റിട്ടേൺ ആണ്. ഇൻ ദ ഫോം ഓഫ് റെൻ്റ് ആയിട്ടാണ് കിട്ടുന്നത്. ദ ലെസ്സി ഗെറ്റ് ദ റൈറ്റ് ടു യൂസ് ദി അസറ്റ്. ഒരു അസറ്റിനെ യൂസ് ചെയ്യാനുള്ള റൈറ്റ് ആണ് എന്ത് ചെയ്യുന്നത്, ലെസ്സിക്ക് കിട്ടുന്നത്. സോ ദിസ് ഈസ് ദി ഇൻ്റർനാഷണൽ ലീസിങ്. ദെൻ വി ആർ മൂവിങ് ടു ദി ഇൻ്റർനാഷണൽ ലൈസൻസിങ്. Licensing is when a firm called the licensor leases the right to use its intellectual property such as technology, work methods, patents, copyrights, brand names, trademarks to another firm is called the lessee in return for a fee. ലൈസൻസിങ്ങിൽ എന്ത് ചെയ്യുന്നു, ലൈസൻസർ എന്ന് പറയുന്ന വ്യക്തി അയാളുടെ കൈവശമുള്ള ഒരു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയെ ലീസിന് കൊടുക്കുന്നു, പാട്ടത്തിന് കൊടുക്കുന്നു. എന്തൊക്കെയാണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടീസ്? ടെക്നോളജി, വർക്ക് മെത്തേഡ്സ്, പേറ്റൻറ്റ്, കോപ്പിറൈറ്റ്, ബ്രാൻഡ് നെയിം, ട്രേഡ് മാർക്ക് മുതലായവയാണ്. ഇവയൊക്കെ എന്ത് ചെയ്യുന്നു, മറ്റൊരു ഫേമിന് ലീസിന് കൊടുക്കുന്നു. ഇൻ റിട്ടേൺ ഓഫ് എ ഫീ, ഒരു നിശ്ചിത ഫീക്ക് പകരമായിക്കൊണ്ട് എന്നുള്ളതാണ്. ലൈസൻസിങ് അലൗസ് ദ ലൈസൻസി ടു പ്രൊഡ്യൂസ് ആൻഡ് മാർക്കറ്റ് എ പ്രൊഡക്റ്റ് സിമിലർ ടു ദ വൺ ദ ലൈസൻസർ ഹാസ് ഓൾറെഡി പ്രൊഡ്യൂസിങ് ഇൻ ഇറ്റ്സ് ഹോം കൺട്രി. ലൈസൻസർ തൻ്റെ ഹോം കൺട്രിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിന് സമാനമായ ഉൽപ്പന്നങ്ങളെ ലൈസൻസിക്ക് എന്ത് ചെയ്യുക, മറ്റുള്ള മാർക്കറ്റുകളിൽ, ഫോറിൻ മാർക്കറ്റിൽ ഉൽപ്പാദിപ്പിക്കുവാൻ സാധിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് ലൈസൻസിങ് എന്ന് പറയുന്ന മാർഗം ഉപയോഗിക്കുന്നത്. കൊക്കക്കോള, പെപ്സി ഒക്കെ എക്സാമ്പിളാണ് ഇതിന്. വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് ലൈസൻസിങ്? ലൈസൻസിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ലോ ഫിനാൻഷ്യൽ റിസ്ക് ആണ്. ലോ കോസ്റ്റ്, അവോയ്ഡ് താരിഫ് ആൻഡ് നോൺ താരിഫ് ബാരിയേഴ്സ്. ചിലവ് കുറവാണ്. അതുപോലെ താരിഫ് ബാരിയേഴ്സും നോൺ താരിഫ് ബാരിയേഴ്സും ഒഴിവാക്കുവാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഇറ്റ് പ്രൊവൈഡ്സ് നോളജ് അബൌട്ട് ഫോറിൻ മാർക്കറ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ നേടിയെടുക്കാൻ സഹായിക്കുന്നു. റീപ് ദ ബെനിഫിറ്റ് ഓഫ് ഇന്നോവേറ്റീവ് ടെക്നോളജി വിത്തൗട്ട് അഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് തീരെ ഉപയോഗിക്കാതെ തന്നെ എന്ത് ചെയ്യുന്നു, ഇന്നോവേറ്റീവ് ടെക്നോളജിയെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ നേടിയെടുക്കുവാൻ സാധിക്കുന്നു. അതുപോലെ എബിൾ ടു അപ്ഗ്രേഡ് ടെക്നിക്കൽ കപ്പാസിറ്റി, കോമ്പറ്റീറ്റീവ്നെസ് ഒക്കെ വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്നുണ്ട്. പൊളിറ്റിക്കൽ റിസ്ക് മിനിമൈസ് ചെയ്യുവാനും സഹായിക്കുന്നു. ദീസ് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് ലൈസൻസിങ്. ദെൻ വി ആർ മൂവിങ് ടു ദി ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ലൈസൻസിങ്. Limited market opportunity is the major limitation of the licensing. Under the licensing, the expansion of market is not possible or not viable. In this case, marketing opportunity or market opportunity is very narrow. Dependence on licensee ആശ്രയിച്ചുകൊണ്ടാണ് ലൈസൻസർ ബിസിനസ് ചെയ്യുന്നത്. സോ ഡിപ്പെൻഡൻസ് ഓൺ ലൈസൻസിയിലാണ് ആശ്രയിച്ചിരിക്കുന്നത്. പൊട്ടൻഷ്യൽ കോൺഫ്ലിക്റ്റ് വിത്ത് ദി ലൈസൻസിയുമായിട്ട് ലൈസൻസർക്ക് എന്ത് ചെയ്യുന്നു, അഭിപ്രായ വ്യത്യാസങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. പോസിബിലിറ്റി ഓഫ് ക്രിയേറ്റിംഗ് ഫ്യൂച്ചർ കോമ്പറ്റീറ്റർ, ഭാവിയിലെ ഒരു കോമ്പറ്റീറ്ററെ ക്രിയേറ്റ് ചെയ്യുവാനുള്ള സാധ്യതയും ഇവിടെയുണ്ട്. ലോസ് ഓഫ് ക്വാളിറ്റി കൺട്രോൾ, കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് മാനുഫാക്ചറിങ് ഒരു പക്ഷേ സാധ്യമായില്ല എന്ന് വന്നേക്കാം. ദെൻ വി ആർ മൂവിങ് ടു ഇൻ്റർനാഷണൽ ഫ്രാഞ്ചൈസിങ്. The franchising system can be defined as a system in which semi-independent business owners, franchisees, pay fees and royalties to a parent company, franchisor, in return for the right to become identified with its trademark, to sell its products or services, often to use the business format and system. ഇൻ്റർനാഷണൽ ഫ്രാഞ്ചൈസിങ് എന്ന് പറയുന്നത് ഒരു സെമി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. ഇവിടെ എന്ത് ചെയ്യുന്നു, ഫ്രാഞ്ചൈസി എന്ന് പറയുന്ന ഒരു ഫേം എന്ത് ചെയ്യുന്നു, ഫീസും റോയൽറ്റീസും ഒക്കെ കൊടുക്കുന്നു ഒരു പാരൻറ്റ് കമ്പനിക്ക്. ആ പാരൻറ്റ് കമ്പനി അറിയപ്പെടുന്ന പേരാണ് ഫ്രാഞ്ചൈസർ. എന്തിനു വേണ്ടിയിട്ടാണ് ഫീസൊക്കെ കൊടുക്കുന്നത്? ഇൻ റിട്ടേൺ ഫോർ ദ റൈറ്റ് ടു ബിക്കം ഐഡൻറ്റിഫൈഡ് വിത്ത് ഇറ്റ്സ് ട്രേഡ് മാർക്ക്, പാരൻറ്റ് കമ്പനിയുടെ ട്രേഡ് മാർക്കിൽ അറിയപ്പെടുന്നതിന് വേണ്ടിയിട്ട്. ഓർ ടു സെൽ ഇറ്റ്സ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്, പാരൻറ്റ് കമ്പനിയുടെ പ്രൊഡക്റ്റുകളും സർവീസും വിൽക്കുന്നതിന് വേണ്ടിയിട്ട്. ഓർ ഓഫൺ ടു യൂസ് ബിസിനസ് ഫോർമാറ്റ് സിസ്റ്റം, പാരൻറ്റ് കമ്പനിയുടെ ബിസിനസ് ഫോർമാറ്റും സിസ്റ്റവും ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടും.
ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻ്റർനാഷണൽ ലൈസൻസിങ് ആൻഡ് ഇൻ്റർനാഷണൽ ഫ്രാഞ്ചൈസിങ്. ലൈസൻസിങ്ങിൽ പറയുന്നത് എന്താണ്? ട്രാൻസ്ഫർ ഓഫ് ജസ്റ്റ് പാർട്ട് ഓഫ് ദി ബിസിനസ്. ലൈസൻസിങ്ങിൽ ബിസിനസ്സിൻ്റെ ഒരു ഭാഗമാണ് എന്ത് ചെയ്യുന്നത്? ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഫ്രാഞ്ചൈസിങ്ങിലോ ട്രാൻസ്ഫർ ഓഫ് ടോട്ടൽ ബിസിനസ് ഫങ്ഷൻ, മുഴുവൻ ബിസിനസ് ഫങ്ഷൻസും എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫർ ചെയ്യുന്നു. ലൈസൻസിങ്ങിൽ ലെസ് കൺട്രോൾ ടു ദ ലൈസൻസർ, ലൈസൻസർക്ക് കൺട്രോള്, നിയന്ത്രണം ലൈസൻസിയുടെ മുകളിൽ കുറവായിരിക്കും. ഫ്രാഞ്ചൈസിങ്ങിലോ ഗീവ് ഗ്രേറ്റർ കൺട്രോൾ ഓവർ ദി സെയിൽ ഓഫ് പ്രൊഡക്റ്റ് ടു ദി ഫ്രാഞ്ചൈസർ, ഫ്രാഞ്ചൈസറുമായി ബന്ധപ്പെട്ട് ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള കൺട്രോൾ ആർക്കുണ്ടാവും? ഫ്രാഞ്ചൈസർക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ കോമൺ ഇൻ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ്, ലൈസൻസിങ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിലാണ് സാധാരണയായി കാണപ്പെടുന്നത്. ഫ്രാഞ്ചൈസിങ്ങിലോ കോമൺ ഇൻ സർവീസ് ഇൻഡസ്ട്രീസ്, സർവീസ് ഇൻഡസ്ട്രീസിലാണ് ഫ്രാഞ്ചൈസിങ് സാധാരണയായി കാണപ്പെടുന്നത്. ലൈസൻസിങ്ങിന് എക്സാമ്പിളാണ് അലൻ സോളി, സാംസങ്, ആപ്പിൾ എക്സെട്ര. ഇത്തരത്തിലുള്ള കമ്പനികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ലൈസൻസുകൾ എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ കൗണ്ടർ പാർട്ടീസിന് എന്ത് ചെയ്യുന്നു? കൊടുക്കുന്നുണ്ട്. അവരുടെ പ്രൊഡക്റ്റുകൾ വിവിധ രാജ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. ഫ്രാഞ്ചൈസിങ്ങിന് എക്സാമ്പിളാണ് KFC, മക്ഡൊണാൾഡ്സ്, പിസ്സ ഹട്ട്, ഡൊമിനോസ് പിസ്സ തുടങ്ങിയവ. നെക്സ്റ്റ്, അഡ്വാൻറ്റേജസ് ഓഫ് ഇൻ്റർനാഷണൽ ഫ്രാഞ്ചൈസി. ലോ പൊളിറ്റിക്കൽ കോസ്റ്റ്, low cost, allow simultaneous expansion into different regions of the world. Well selected partners bring financial investment as well as managerial capabilities, uniform system, common brand, training and support മുതലായവയാണ് പ്രധാനപ്പെട്ട ഗുണങ്ങൾ ഇൻ്റർനാഷണൽ ഫ്രാഞ്ചൈസിങ്ങിൻ്റെ. ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഇൻ്റർനാഷണൽ ഫ്രാഞ്ചൈസിങ്. ഇൻ്റർനാഷണൽ ഫ്രാഞ്ചൈസിങ്ങിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസിനെ കുറിച്ച് പറയുമ്പോൾ, മെയിൻറ്റെയിനിങ് കൺട്രോൾ ഓവർ ഫ്രാഞ്ചൈസി മേ ബി ഡിഫിക്കൽട്ട്. ഫ്രാഞ്ചൈസിയുടെ മുകളിൽ നിയന്ത്രണം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളത് ഒരുപക്ഷെ ഡിഫിക്കൽട്ടായിരിക്കും, പ്രയാസമേറിയതായിരിക്കും. ദെൻ കോൺഫ്ലിക്ട്സ് വിത്ത് ദ ഫ്രാഞ്ചൈസി, ഫ്രാഞ്ചൈസിയുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥ. പ്രിസർവിങ് ഫ്രാഞ്ചൈസീസ് ഇമേജ് ഇൻ ദി ഫോറിൻ മാർക്കറ്റ് മേ ബി ചാലഞ്ചിങ്. ഫ്രാഞ്ചൈസിയുടെ എന്ത് ചെയ്യുന്നു? ഫ്രാഞ്ചൈസറുടെ ഇമേജ് എന്ത് ചെയ്യുന്നു? ഫോറിൻ മാർക്കറ്റിൽ പ്രിസർവ് ചെയ്യുക, സംരക്ഷിക്കപ്പെടുക എന്നുള്ളത് ചാലഞ്ചിങ് ആയ ഒരു കാര്യമാണ്. ഫ്രാഞ്ചൈസി മേ ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് അക്വയർഡ് നോളജ് ആൻഡ് ബിക്കം കോമ്പറ്റീറ്റേഴ്സ് ഇൻ ദി ഫ്യൂച്ചർ. ഫ്രാഞ്ചൈസി എന്ത് ചെയ്യുന്നു? അക്വയർഡ് നോളജിൻ്റെ അഡ്വാൻറ്റേജ് എടുത്തുകൊണ്ട് ഭാവിയിൽ എന്ത് ചെയ്യാം? കോമ്പറ്റീറ്ററായി മാറാം. ദ ഫ്രാഞ്ചൈസി മേ ഹാം ദ ഫ്രാഞ്ചൈസീസ് ഇമേജ് ബൈ നോട്ട് അപ്ഹോൾഡിംഗ് ഇറ്റ് സ്റ്റാൻഡേർഡ്സ്. ദ ഫ്രാഞ്ചൈസി മേ ഹാം, ഫ്രാഞ്ചൈസി എന്ത് ചെയ്യാം? ഫ്രാഞ്ചൈസറെ ദോഷകരമായി ബാധിച്ചേക്കാം, ഫ്രാഞ്ചൈസറുടെ ഇമേജിനെ, ബൈ നോട്ട് അപ്ഹോൾഡിംഗ് സ്റ്റാൻഡേർഡ്സ്. ഫ്രാഞ്ചൈസറുടെ നിലവാരം കൃത്യമായിട്ട് പാലിക്കാതെ എന്ത് ചെയ്യാം? ഫ്രാഞ്ചൈസറുടെ ഇമേജിന് എന്ത് ചെയ്യുക? കോട്ടം വരുത്താം. ഈവൺ ഇഫ് ദ ഫ്രാഞ്ചൈസർ ക്യാൻസൽസ് ദി എഗ്രിമെൻറ്റ്, ഫ്യൂ ഫ്രാഞ്ചൈസീസ് മെയിൻറ്റെയിൻ ദെയർ ബിസിനസ് ബൈ മേക്കിംഗ് കോസ്മെറ്റിക് ചേഞ്ചസ്. ഒരു ഫ്രാഞ്ചൈസിയെ അവരുടെ ഫ്രാഞ്ചൈസി എഗ്രിമെൻറ്റിൽ നിന്നും ക്യാൻസൽ ചെയ്തതിന് ശേഷവും ചില ഫ്രാഞ്ചൈസികൾ എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ബിസിനസ്സിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ആ ബിസിനസ് തുടർന്നു കൊണ്ടുപോകുന്നുണ്ട്. ട്രാൻസ്ലേറ്റിംഗ് ഓൺ ട്രെയിനിങ് മാനുവൽ ആൻഡ് ഓപ്പറേഷൻ മാനുവൽ ഈസ് വെരി എക്സ്പെൻസീവ്. ട്രെയിനിങ് മാനുവല്, ഓപ്പറേഷൻ മാനുവൽ, ഇതൊക്കെ എന്ത് ചെയ്യുന്നു? ഭാഷകൾക്കനുസരിച്ച് കൊണ്ട് വിവിധ ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യുക എന്നുള്ളത് വളരെ ചിലവേറിയ കാര്യമാണ് എന്നുള്ളതും പ്രധാനപ്പെട്ട ഡിസഡ്വാൻറ്റേജ് ആണ്. ദെൻ വി ആർ മൂവിങ് ടു ടേൺകീ പ്രൊജക്റ്റ്. ഈസ് എ കൈൻഡ് ഓഫ് എൻട്രി ഇൻ ടു ദി ഇൻ്റർനാഷണൽ ബിസിനസ്. A turnkey project is a type of project that is constructed so that it could be sold to a buyer as a completed project. A turnkey project എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റാണ്. ദാറ്റ് ഈസ് കൺസ്ട്രക്റ്റഡ്, അത് നിർമ്മിക്കപ്പെട്ടതാണ്. സോ ദാറ്റ് ഇറ്റ് കുഡ് ബി സോൾഡ് ടു എനി ബയർ ആസ് എ കംപ്ലീറ്റഡ് പ്രൊജക്റ്റ്. ഏതൊരു വാങ്ങുന്ന വ്യക്തിക്കും എന്ത് ചെയ്യാം? ഒരു കംപ്ലീറ്റഡ് പ്രൊജക്റ്റ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നു? കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ് ടേൺകീ പ്രൊജക്റ്റുകൾ. എ ടേൺകീ റെഫേഴ്സ് ടു ദാറ്റ് സംതിങ് ദാറ്റ് ഇറ്റ് ഈസ് റെഡി ഫോർ ഇമ്മീഡിയറ്റ് യൂസ്. ഇമ്മീഡിയറ്റ് യൂസിന് പാകമായിട്ടുള്ള ഒന്നാണ് ടേൺകീ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ജനറലി യൂസ്ഡ് ഇൻ സീൽഡ് ഓർ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ്. സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ സപ്ലൈയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇതുള്ളത്. ഇറ്റ് ജസ്റ്റ് നീഡ് ടു ടേൺ ദ ഇഗ്നീഷൻ കീ ടു മേക്ക് ടു ഓപ്പറേഷണൽ.
ജസ്റ്റ് എന്ത് ചെയ്യുന്നു, കീ കൊടുത്ത് സ്റ്റാർട്ട് ആക്കേണ്ട ഒരു ജോലി, അതായത് ജസ്റ്റ് ഒന്ന് പ്രവർത്തിപ്പിക്കേണ്ട ആവശ്യമേ ഉണ്ടാവുകയുള്ളൂ. അത്തരത്തിലുള്ള പ്രൊജക്റ്റുകളാണ് ടേൺ കീ പ്രൊജക്റ്റുകൾ എന്നുള്ളത്. അതായത് ഫുൾ ഫിനിഷ്ഡ്, റെഡി ടു യൂസ്, റെഡി ടു ഒക്യുപ്പൈ എന്നുള്ള രീതിയിലാണ് വരുന്നത്. Many government on the ഹൗസിംഗ് പ്രൊജക്ട്സ് അണ്ടർ ടേൺകീ പ്രൊജക്ട്സ്. ഹൗസിംഗ് പ്രൊജക്റ്റുകളൊക്കെ, ഗവൺമെൻറ്റുകളുടെ ഹൗസിംഗ് പ്രൊജക്റ്റുകളൊക്കെ ടേൺകീ പ്രൊജക്റ്റുകളായിട്ടാണ് വരിക. BOT വ്യവസ്ഥയിൽ നിർമ്മിക്കുന്ന കൺസ്ട്രക്ഷൻസുകളെല്ലാം ടേൺകീ പ്രൊജക്റ്റുകളായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. നെക്സ്റ്റ് വി ആർ മൂവിങ് ടു കോൺട്രാക്ട് മാനുഫാക്ചറിങ്. കോൺട്രാക്ട് മാനുഫാക്ചറിങ് ഈസ് ഔട്ട്സോഴ്സിംഗ് ദ എൻറ്റയർ ഓർ പാർട്ട് ഓഫ് മാനുഫാക്ചറിങ് ഓപ്പറേഷൻ. ഉൽപാദന പ്രക്രിയയുടെ മുഴുവനായിട്ടോ ഭാഗികമായിട്ടോ ഔട്ട്സോഴ്സ് ചെയ്യുന്ന രീതിയാണ് കോൺട്രാക്ട് മാനുഫാക്ചറിങ് എന്നുള്ളത്. ഫാർമസ്യൂട്ടിക്കൽ, പേഴ്സണൽ കെയർ പ്രൊഡക്റ്റുകളൊക്കെയാണ് ഇതിന് എക്സാമ്പിൾ ആയിട്ടുള്ളത്. ആപ്പിൾ കമ്പനി പ്രൊഡ്യൂസിങ് ദെയർ പ്രൊഡക്റ്റ് ലൈക്ക് ഐപാഡ് ആൻഡ് ഐഫോൺ ഫ്രം ചൈന ബൈ ഫോക്സ്കോൺ കമ്പനി. ആപ്പിൾ എന്ന് പറയുന്ന കമ്പനിയുടെ പ്രധാനപ്പെട്ട 2 പ്രോഡക്റ്റുകളാണ് ഐപാഡ്, ഐഫോൺ. ഇവയെല്ലാം തന്നെ മാനുഫാക്ചർ ചെയ്യുന്നത് ചൈനയിൽ നിന്നുമാണ്, ബൈ ഫോക്സ്കോൺ കമ്പനി. ഫോക്സ്കോൺ കമ്പനി എന്ത് ചെയ്യുന്നു, ഫോക്സ്കോൺ കമ്പനി എന്ന ചൈനയിലെ ഒരു കമ്പനിയാണ് എന്ത് ചെയ്യുന്നത്, ആപ്പിളിൻ്റെ ഐപോഡും അതുപോലെ തന്നെ ഐപാഡും ഐഫോണും ഒക്കെ എന്ത് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആർക്ക് വേണ്ടിയിട്ട്? ആപ്പിൾ എന്ന് പറയുന്ന കമ്പനിക്ക് വേണ്ടിയിട്ട്. ഡ്യൂ ടു ദ ചീപ്പർ കോസ്റ്റ്, വളരെ ചീപ്പർ കോസ്റ്റാണ് ചൈനയിൽ ഇലക്ട്രോണിക് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ, അതുകൊണ്ടാണത്. അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് കോൺട്രാക്ട് മാനുഫാക്ചറിങ്ങിൻ്റെ? ലോ ഫിനാൻഷ്യൽ റിസ്ക്. ഒന്നാമത്തെ, ഫിനാൻഷ്യൽ റിസ്ക് കുറവായിരിക്കും. മിനിമൈസ് റിസോഴ്സസ് ഡിവോട്ടഡ് ടു മാനുഫാക്ചറിങ്, ഫോക്കസ് ഫേം റിസോഴ്സസ്. മാനുഫാക്ചറിങ് പ്രോസസ്സിൽ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്നു. ഫേമിന് എന്ത് ചെയ്യുക, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഡിസ്അഡ്വാൻറ്റേജസിനെ കുറിച്ച് പറയുമ്പോൾ, റെഡ്യൂസ് ദി കൺട്രോൾ കുറവായിരിക്കും കോൺട്രാക്ട് മാനുഫാക്ചറിങ്. റെഡ്യൂസ് ലേണിംഗ് പൊട്ടൻഷ്യൽ നേടിയെടുക്കാനുള്ള, വിവരങ്ങൾ നേടിയെടുക്കാനുള്ള, ഒരു ഇൻഫോർമേഷൻ ഗ്യാദർ ചെയ്യാനുള്ള ഒരു അവസരം കുറവായിരിക്കും. പബ്ലിക് റിലേഷൻ പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ്, മാനേജ്മെൻറ്റ് കോൺട്രാക്ട്. എ മാനേജ്മെൻറ്റ് കോൺട്രാക്ട് ഈസ് ആൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ 2 companies work by one company provide managerial assistance, technical expertise and specialized services to the second company. 2 കമ്പനികൾ തമ്മിലുള്ള എഗ്രിമെൻ്റാണ് മാനേജ്മെൻറ്റ് കോൺട്രാക്റ്റ് എന്നുള്ളത്. ഇവിടെ ഒരു കമ്പനി എന്ത് ചെയ്യുന്നു, മറ്റൊരു കമ്പനിക്ക് മാനേജീരിയൽ അസിസ്റ്റൻസ്, ടെക്നിക്കൽ എക്സ്പെർട്ടൈസ്, സ്പെഷ്യലൈസ്ഡ് സർവീസസ് ഒക്കെ എന്ത് ചെയ്യുന്നു, കൊടുക്കുന്നു. ഫോർ എ സെർട്ടൈൻ പീരീഡ് ഓഫ് ടൈം, ഒരു നിശ്ചിത കാലയളവിലേക്ക്, ഇൻ റിട്ടേൺ ഫോർ എ മോണിറ്ററി കോമ്പൻസേഷൻ, ഒരു ഫീ അല്ലെങ്കിൽ മോണിറ്ററി കോമ്പൻസേഷന് പകരമായിക്കൊണ്ട് നിശ്ചിത കാലത്തേക്ക് ഒരു കമ്പനി മറ്റൊരു കമ്പനിക്ക് മാനേജീരിയൽ സ്കിൽ എക്സ്പെർട്ടൈസ്, മാനേജീരിയൽ അസിസ്റ്റൻസ്, ടെക്നിക്കൽ എക്സ്പെർട്ടൈസ്, സ്പെഷ്യലൈസ്ഡ് സർവീസുകളൊക്കെ നൽകുകയാണെങ്കിൽ അതാണ് മാനേജ്മെൻറ്റ് കോൺട്രാക്റ്റ് എന്നുള്ളത്. ഈ കഫറ്റീരിയകൾ അതുപോലെയുള്ള IT സെക്ടറിലുള്ള ജോലികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മാനേജ്മെൻറ്റ് കോൺട്രാക്റ്റിൽ വരുന്നതുണ്ട്. നെക്സ്റ്റ്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് എ ടേം ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് where one or more companies or people from a particular nation put their capital into the asset according to the development needs. അതായത് ഇവിടെ എന്ത് ചെയ്യുന്നു, ഒരു രാജ്യത്തുള്ള കമ്പനീസ്, ഒന്നിലധികമോ കമ്പനികൾ അല്ലെങ്കിൽ ആളുകൾ എന്ത് ചെയ്യുന്നു, മറ്റൊരു രാജ്യത്തെ കമ്പനീസിൽ എന്ത് ചെയ്യുന്നു, നിക്ഷേപിക്കുന്നുവെങ്കിൽ അതാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. It is an investment in the assets of the company for the purpose of control. നിയന്ത്രണം നേടിയെടുക്കുക, ഒരു കമ്പനിയിലെ നിയന്ത്രണം നേടിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് ആ കമ്പനിയിലേക്ക്, ആ ഫേമിലേക്ക്, ആ സെഗ്മെൻറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതാണെന്ത്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇറ്റ് ഈസ് ദ ഇൻവെസ്റ്റിംഗ് ഡയറക്ട്ലി ഇൻ അനദർ കൺട്രി, മറ്റൊരു രാജ്യത്ത് നേരിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയാണ് ഇത്. ബൈജൂസ് ആപ്പിൽ സിൽവർ ലേക്ക് നിക്ഷേപിച്ചതുപോലെ, അക്കാദമിയിൽ നിക്ഷേപിച്ചതുപോലെ, അതുപോലെ ഗൂഗിൾ ജിയോയിൽ നിക്ഷേപിച്ചതൊക്കെ എന്താണ്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ദെൻ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇറ്റ് ഈസ് എ പാസീവ് ഫോം ഓഫ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു പാസീവ് ഫോമാണ് ഇത് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നറിയപ്പെടുന്നത്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് റെഫേഴ്സ് ടു ദ ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ് ഇൻ ദി ഫിനാൻഷ്യൽ അസറ്റ് ഓഫ് ആൻ എൻ്റർപ്രൈസ് സച്ച് ആസ് പ്രിഫറൻസ് ഷെയർ, ഇക്വിറ്റി ഷെയർ,
പ്രിഫറൻസ് ഷെയർ, ഇക്വിറ്റി ഷെയർ പോലെയുള്ള ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ അസറ്റുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയാണ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നറിയപ്പെടുന്നത്. ഒരു രാജ്യത്തുള്ള ഒരു ഇൻവെസ്റ്റർ മറ്റൊരു രാജ്യത്തെ കമ്പനിയുടെ സെക്യൂരിറ്റീസിൽ നിക്ഷേപിക്കുന്ന രീതിയാണിത്. ഏത് തരത്തിലുള്ള സെക്യൂരിറ്റീസിലാണ്? ഫോറിൻ ഇൻവെസ്റ്റർ പർച്ചേസിങ് സെക്യൂരിറ്റീസ് ദാറ്റ് ക്യാൻ ബി ഈസിലി ബോട്ട് ആൻഡ് സോൾഡ്. എളുപ്പത്തിൽ വാങ്ങുവാനും വിൽക്കുവാനും സാധിക്കുന്ന സെക്യൂരിറ്റീസിൽ ഒരു ഇൻവെസ്റ്റർ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതാണ് ഇവിടെ വരുന്നത്. ഒരു ഫോറിൻ ഇൻവെസ്റ്റർ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതാണ് പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളത്. ദ മെയിൻ ഇൻറ്റൻഷൻ ഓഫ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ടു ക്വിക്ക് റിട്ടേൺ, പെട്ടെന്ന് കൂടുതൽ വരുമാനം കിട്ടുക എന്നുള്ളതാണ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്നുള്ളത്. ദർ ഇസ് നോ പർപ്പസ് ടു കൺട്രോൾ നേടിയെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശം ഇവിടെ ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ദീസ് ആർ ദി മേജർ മോഡ്സ് ഓഫ് എൻട്രി. പ്രധാനമായിട്ടുള്ള മോഡ്സ് ഓഫ് എൻട്രി, ഇൻ്റർനാഷണൽ ബിസിനസ്സിലേക്കുള്ള മോഡ്സ് ഓഫ് എൻട്രീസ് ഈ പറയുന്നവയൊക്കെയാണ്. ഇത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. താങ്ക് യു.